നമസ്കാരം, എല്ലാവർക്കും AKM ട്രേഡിംഗ് ഗ്രൂപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു IPOയുമായി ബന്ധപ്പെട്ടിട്ടാണ്. സൺസ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ IPO ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതായത് ജൂലൈ 19 മുതൽ 23 വരെയാണ് IPOയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയം. നമുക്ക് ഈ കമ്പനിയുടെ കുറച്ച് ഡീറ്റെയിൽസുകൾ നമുക്ക് പരിശോധിക്കാം. അത് ഇതേ ലിസ്റ്റിൽ വരുന്ന മറ്റ് കമ്പനികളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഈ IPOയ്ക്ക് അപേക്ഷ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത്. ഓക്കെ, ഈ കമ്പനി വന്നിരിക്കുന്നത് 510 കോടി രൂപയുടെ IPOയുമായിട്ടാണ്. വളരെ ചെറിയൊരു IPOയുമായിട്ടാണ് ഈ കമ്പനി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ബിസിനസ് തന്നെ ചോളവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ചോളത്തിൻ്റെ വിവിധ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ബിസിനസ്. ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് പറഞ്ഞാൽ ലിക്വിഡ് ഗ്ലൂക്കോസ്, പിന്നെ ജാം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരു ഹണി, അതായത് ആർട്ടിഫിഷ്യൽ ഹണി ഉണ്ടാക്കുന്നുണ്ട്, ബിസ്ക്കറ്റ്, പിന്നെ മറ്റ് ചില ഫുഡിന് വേണ്ട ചില കെമിക്കലുകൾ, ഇതൊക്കെ ഇവർ കോണിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് കോണിൻ്റെ ഒരു സ്റ്റാർച്ച് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അവർ. ഇതും അവരുടെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സാണ്. ഫുഡ് ഇൻഡസ്ട്രി, അനിമൽ ന്യൂട്രീഷൻ, പിന്നെ ഫാർമ കമ്പനി, പിന്നെ ഇൻഡസ്ട്രിയൽ കമ്പനികൾ, പിന്നെ കോസ്മെറ്റിക് ഉണ്ടാക്കുന്ന കമ്പനികൾ, പിന്നെ പേപ്പർ കമ്പനികൾ, ഇത്തരം കമ്പനികളാണ് പ്രധാനമായിട്ടും ഇവരെ കയ്യിൽ നിന്നും പ്രോഡക്ട്സുകൾ വാങ്ങുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ കമ്പനിയുടെ ഒന്നാമത്തെ ഗുണം എന്താ വെച്ചാൽ ഇത് ഫുഡുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിന് ഡിമാൻഡ് ഉണ്ടാവും മാർക്കറ്റിൽ, അല്ലേ? ഫുഡുമായി ബന്ധപ്പെട്ട കമ്പനികൾ എല്ലാ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കൊറോണ വന്നപ്പോഴും എപ്പോഴും ഫുഡുമായി ബന്ധപ്പെട്ട കമ്പനികൾക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ചോളവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതായത് ചോളത്തിൽ നിന്നും മാക്സിമം പ്രൊഡക്റ്റ് ഇവരുണ്ടാക്കുന്നുണ്ട്. അവസാനം വരുന്ന വേസ്റ്റാന്ന് തോന്നുന്ന പേപ്പർ കമ്പനിക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത്രമാത്രം പ്രൊഡക്റ്റുകൾ ഇവർ ഒരു ചോളത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് എപ്പോഴും ലാഭകരമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കമ്പനികളുടെ ഇതേപോലെ വർക്ക് ചെയ്ത മറ്റ് കമ്പനികളുടെ കുറച്ച് ഡീറ്റെയിൽസും കൂടി ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഈ ഗ്രൂപ്പിൽ വരുന്നൊരു കമ്പനിയാണ് സുഖജിത് സ്റ്റാർച്ച്. ഈ കമ്പനിയുടെ പ്രത്യേകത വെച്ചെങ്കിൽ ലാർജസ്റ്റ് ആയിട്ട് മൂന്നാമത്തെ കമ്പനിയാണ്, മൂന്നാമത്തെ ഏറ്റവും വലിയ കമ്പനി. പക്ഷേ നമ്മളെ ഈ കമ്പനി സൺസ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനി 5ാമത്തെ ഏറ്റവും വലിയ കമ്പനിയാണ്. അപ്പോൾ സുഖജിത് സ്റ്റാർച്ചിൻ്റെ ഒരു ദിവസത്തെ ഉൽപ്പാദനം വെച്ചാൽ 1600 ടണ്ണാണ്. 1600 ടൺ അവർ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഈ സൺസ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത് ഏകദേശം 1700 ടൺ മാത്രമാണ്. പിന്നെ പക്ഷേ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഇതിൽ നെറ്റ് മാർജിൻ നോക്കുന്ന സമയത്ത് വലിയൊരു അന്തരം കാണാം നമുക്ക്. നെറ്റ് മാർജിനിൽ സുഖജിത് സ്റ്റാർച്ചിന് 3.6 മാത്രമേ നെറ്റ് മാർജിൻ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ കമ്പനിക്ക് ഇപ്പോൾ IPO വന്നിരിക്കുന്ന കമ്പനിക്ക് നെറ്റ് മാർജിൻ 6.3 ഉണ്ട്. അപ്പം നെറ്റ് മാർജിൻ കുറച്ച് കൂടുതലുള്ള കമ്പനിയാണ് സൺസ്റ്റാർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഇതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സ്പാൻഷൻ നടത്തിയിട്ടുണ്ട് ഇവരെ. അതായത് പ്രൊഡക്റ്റ് വർദ്ധിപ്പിക്കാനുള്ള, ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ഒരു എക്സ്പാൻഷൻ നടത്തി കഴിഞ്ഞു കമ്പനി ഓൾറെഡി. അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് അവർ 2025 ആകുമ്പോഴേക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഉൽപ്പാദനം ഒരു ദിവസം 2100 ടൺ വരെ എത്തും. ഈ സമയത്ത് എന്താ, ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് മൂന്നാമത്തെ കമ്പനിയായിട്ട് ഇത് മാറും. ഉൽപ്പാദനത്തിൽ ഏറ്റവും മൂന്നാമത്തെ കമ്പനിയായിട്ട് ഇത് മാറാൻ പോകും 2025 കൂടി. അതിൻ്റെ വർക്കുകൾ ഏകദേശം തീർന്ന് കഴിഞ്ഞിരിക്കുന്നു കമ്പനിയിലെ. ഈ മേഖലയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്ത് അംബുജ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അവരുടെ ഏകദേശം 4000 ടണ്ണോളം അവർക്കൊരു ദിവസം ഉൽപ്പാദന ശേഷിയുണ്ട്. അവർ നെറ്റ് മാർജിൻ 6.8 ആണ് അവരുടെ നെറ്റ് മാർജിൻ വരുന്നത്. 2025 കൂടി സൺസ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനി അവരുടെ കപ്പാസിറ്റിയുടെ 91% ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കമ്പനി ഈ IPOയിൽ നിന്ന് കിട്ടുന്ന പണം എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 510 കോടി രൂപയാണ് IPO വഴി ഈ കമ്പനി കിട്ടാൻ വേണ്ടി പോകുന്നത്. അവർക്ക് കടമായിട്ടുള്ളത് 164 കോടി രൂപയുടെ കടമുണ്ട്. അപ്പോൾ അതിൽ 100 കോടിയുടെ കടം അവർ IPOയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് തീർക്കും. ബാക്കി 64 കോടി രൂപയുടെ കടം മാത്രമേ കമ്പനിക്ക് ഉണ്ടാവുള്ളൂ. പിന്നീട് 182 കോടി രൂപയുടെ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി കമ്പനി ഉപയോഗിക്കുന്നുണ്ട്. ഈ ബാക്കി വരുന്നത്, അതായത് 510-ൽ 397 കോടി രൂപ ഫ്രഷ് ഇഷ്യൂവും 113 കോടി രൂപ ഓഫർ ഫോർ സെയിൽ, അതായത് പ്രൊമോട്ടേഴ്സ് വിറ്റൊഴിയുന്നതാണ്. പ്രൊമോട്ടേഴ്സ് ഇങ്ങനെ വിറ്റൊഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 71% ഷെയറുകൾ ബാക്കി പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തന്നെ ബാക്കിയുണ്ടാവും. 2024 മൊത്തം ഈ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്ന റവന്യൂ പറഞ്ഞാൽ 1067 കോടി രൂപയാണ്. 1067 കോടി രൂപ ലാഭം, അതായത് വരുമാനം ഉണ്ടാക്കിയപ്പോൾ ആ കമ്പനിക്ക് ബിഫോർ ടാക്സ് 113 കോടി രൂപയുടെ ലാഭം ഉണ്ടായിട്ടുണ്ട്. ആഫ്റ്റർ ടാക്സ് 67 കോടി രൂപയുടെയും ലാഭം കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് മാർജിൻ എന്ന് പറയുന്നത് 6.3%. അതായത് 100 രൂപയുടെ ഒരു ചിലവാക്കുന്ന സമയത്ത് അതിൽ 6.3 രൂപ അവർക്ക് ലാഭമായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ മറ്റ് കമ്പനികളായ സുഖജിത് സ്റ്റാർച്ചിന് അത് 3.6% മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ നമ്പർ 1 പ്ലെയറായ ഗുജറാത്ത് അംബുജാസിന് അത് 6.8% ആണ് കിട്ടുന്നത്. ഈ വാല്യുവേഷനിൽ നോക്കുന്ന സമയത്ത് ഈ കമ്പനി കുറച്ച് നല്ല ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിലും വെച്ച് നോക്കുന്ന സമയത്ത് ഇവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് മാർജിൻ കൂടുതലാണ്. കൂടുതൽ മാർജിൻ കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ് ഇവരുണ്ടാക്കി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ലാഭത്തിൽ വെക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്.
ഇക്വിറ്റി ബേസ് നോക്കുന്ന സമയത്ത് 28 കോടി രൂപയാണ്. ഇവിടെ ഫേസ് വാല്യൂ 2 രൂപയും. 4.75 രൂപ ഈ കമ്പനി ഒരു ഷെയറിൻ്റെ പുറത്ത് ഉണ്ടാക്കുന്നുണ്ട്, ലാഭം ഉണ്ടാക്കുന്നുണ്ട്. റിട്ടേൺ ഇൻ ഇക്വിറ്റി നോക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലാണിത്, 31% വരുന്നുണ്ട്. സുജിത്തിൻ്റേത് 10%, ഗുജറാത്ത് അംബുജേൻ്റേത് 13% വരുന്നത്. പിന്നെ ഈ കമ്പനിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ 2023 ഇവർ തന്നെ ഒരു കമ്പനിയായ സാംസ്റ്റാർ പോളിബർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുമായിട്ട് ഇവർ മർജ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർ കപ്പാസിറ്റി വർദ്ധിക്കുകയും ഒരു 2025 ഏകദേശം ഇവർ ഏണിംഗ് പെർ ഷെയർ 5 രൂപയിലേക്ക് എത്തുകയും ചെയ്യും. നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കമ്പനിയെ കുറിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താ വെച്ചെങ്കിൽ ഈ IPO കുറച്ച് നല്ലൊരു IPO ആയിട്ടാണ് തോന്നുന്നത്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. എൻ്റെ സജഷൻ മാത്രമാണ്, ബാക്കി നിങ്ങളുടേതായ റിസർച്ചൊക്കെ നടത്തിയ ശേഷം മാത്രം നിങ്ങൾ IPOക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തിലുള്ള മാർക്കറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ലിസ്റ്റിംഗ് ഗെയിനിന് ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. ലിസ്റ്റിംഗ് ഗെയിൻ മാത്രം എടുക്കുന്ന ആളുകൾക്ക് ലിസ്റ്റിംഗ് ഗെയിൻ എടുത്തിട്ട് ഇറങ്ങാവുന്നതാണ്. അല്ലാത്തവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് കുറച്ച് കാലത്തേക്ക് ഇത് നല്ലൊരു ലാഭം എടുക്കാൻ വേണ്ടി ഒരു വളർച്ച ഉണ്ടാകുന്ന കമ്പനിയാണെന്ന് ഉറപ്പായതുകൊണ്ട് അങ്ങനെ ഒരു ലാഭം എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഈ IPOക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, കിട്ടുമല്ലോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, ഈ IPO വന്നതിന് ശേഷം നോക്കാം. നമുക്ക് IPO ലിസ്റ്റായ ശേഷം നമുക്ക് ഒരു വീഡിയോ കൂടി ഇടാം ഇതേക്കുറിച്ചിട്ട്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വന്നിരിക്കുന്നത് 90 മുതൽ 95 രൂപ വരെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു 150 ലോട്ട് സൈസ് കാണുന്നത്, 150 ലോട്ട് സൈസ് ചെയ്യുമ്പോൾ ഏകദേശം 14,250 രൂപ നമുക്ക് IPOക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ.